ശ്രീജിത്ത് പണിക്കർ, ജീവിത നിലവാരത്തിൽ അമേരിക്കയുടെ മുകളിൽ നിൽക്കുന്ന കേരളത്തിൻ്റെ പിറവിയുടെ വാർഷികം ആഘോഷിക്കുന്ന ഈ സുവർണ വേളയിൽ വലിയൊരു പ്രഖ്യാപനമാണ് നടത്തിയിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളത്തിൽ അതിദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്തിരിക്കുന്നു എന്ന്. അതിൻ്റെ റിയാലിറ്റിയെക്കുറിച്ചും അല്ലാതെ ഈ ഇദ്ദേഹത്തിൻ്റെ വാദങ്ങളിലെ പൊള്ളത്തരത്തെക്കുറിച്ചുമാണ് ഇപ്പോൾ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത്. താങ്കളുടെ അഭിപ്രായം കൂടി അറിയാൻ ആഗ്രഹമുണ്ട്. അല്ല, തോന്നുന്നു നമ്മൾ ഈ കഴിഞ്ഞ കുറെ കാലമായിട്ട് കേരളവുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ഈ ഒരു വർഷം തന്നെ പല ആൾക്കാരുടെയും പല പ്രസ്താവനകൾ ഏതൊക്കെ തരത്തിലായിരുന്നു എന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന കേരളമല്ല ഇവരൊക്കെ കാണുന്നത് നമുക്ക് തോന്നിപ്പോകും. ഇപ്പോൾ ഉദാഹരണത്തിന് കേരളത്തിൽ വന്ന് മെസ്സി കളിക്കുന്നു, കേരളത്തിൽ ഏതാണ്ട് 200 കോടി രൂപ മുടക്കി അതിനുവേണ്ടി സ്പോൺസർ ഉണ്ടാവുക, അത്രത്തോളം പണം കൈകാര്യം ചെയ്യാനുള്ള ആൾക്കാരുണ്ടാവുക, ഇവിടെ വന്ന് മെസ്സി കളിക്കുക. ഇത് യാഥാർത്ഥ്യമല്ല എന്ന് വിശ്വസിക്കുന്ന ബഹുഭൂരിപക്ഷം ആൾക്കാരുണ്ടെങ്കിലും ഒരു ചെറിയ ശതമാനം ആൾക്കാർ ഇങ്ങനെ നടക്കും എന്ന് പറഞ്ഞ് നമ്മളെ കൺവിൻസ് ചെയ്യിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നു. കേരളത്തിലെ റോഡുകളും ചന്ദ്രന്റെ ഉപരിതലത്തിൽ നിന്ന് എടുക്കുന്ന ഫോട്ടോഗ്രാഫുകളും തമ്മിൽ ഏതാണ് കേരളത്തിലേത് ഏതാണ് ചന്ദ്രന്റെ ഉപരിതലം എന്ന് മനസ്സിലാക്കാൻ പോലും കഴിയാത്ത രീതിയിലത്തേക്ക് കുഴികൾ നിറഞ്ഞ നിരവധി എക്സ്പീരിയൻസ് നമുക്കുണ്ട്, നേരിട്ട് യാത്ര ചെയ്തും ചിത്രങ്ങൾ കണ്ടിട്ടും. പക്ഷെ എന്നിട്ടും ന്യൂയോർക്കിലുള്ള ചില കുട്ടികൾ എങ്ങനെയോ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ന്യൂയോർക്കിൽ പോലും ഇത്തരത്തിലുള്ള റോഡുകളില്ല എന്നാണ്. അപ്പോൾ അതൊരു തമാശയ്ക്കാണെങ്കിൽ അദ്ദേഹം പറയുന്നത് ശരിയാണെന്ന് പറയും, ഇതുപോലത്തെ റോഡൊന്നും ന്യൂയോർക്കിലില്ല. പക്ഷെ അദ്ദേഹം പറയാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെയല്ല. അതേപോലെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്നത് നടത്തി അമേരിക്കയേക്കാൾ മുകളിലാണ് നമ്മൾ, സ്കാൻഡിനേവിയൻ രാജ്യങ്ങളുടെ അതേ ജീവിത നിലവാരം, ഇങ്ങനെ കുറേയധികം തള്ളുകൾ കൊണ്ട് ബിൽഡ് ചെയ്തിരിക്കുന്ന ഒരു അഭിമാന പലകയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ സംസാരിക്കുന്നത്. അപ്പൊ അതെന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം പറഞ്ഞുകൊണ്ട് ഇതൊന്നും സത്യമല്ല എന്ന് അറിയാവുന്ന ആൾക്കാരെ വീണ്ടും വീണ്ടും വിഡ്ഢികളാക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണിത്. ഇപ്പോൾ കേരളത്തിലെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്നുള്ള ഒരൊറ്റ വിഷയത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 4 പ്രധാനപ്പെട്ട മാനദണ്ഡങ്ങൾ അതിലുണ്ട് എന്ന് നമുക്കറിയാം. അതിലൊന്ന് ആഹാരമാണ്. ആഹാരം എന്ന് പറയുന്നത് ലഭ്യമാവുക എന്നുള്ളത് മാത്രമല്ല, അത് ഏറ്റവും നല്ല രീതിയിൽ കുക്ക് ചെയ്ത് കഴിക്കാനുള്ള സൗകര്യം കൂടി ഉണ്ടാകണമെന്നുള്ളതുണ്ട്. രണ്ടാമതൊന്ന് ആരോഗ്യമാണ്. പ്രാഥമികമായിട്ടുള്ള ആരോഗ്യ പരിപാലനത്തിനുള്ള അവർക്കുള്ള അവസരം. മറ്റൊന്ന് വരുമാനമാണ്. സ്ഥിര വരുമാനം കുടുംബങ്ങൾക്കുണ്ടായിരിക്കുക. ഇനിയൊന്നാണ് നമ്മൾ ഈ പറയുന്ന പോലെ പാർപ്പിടം എന്ന് പറയുന്ന ഒരു ആവശ്യം. അപ്പൊ ഇതെല്ലാം ചേർത്തുകൊണ്ട് സമഗ്രമായിട്ട് ഈ 4 ക്രൈറ്റീരിയയിലും ഒന്നിൽ പോലും വീഴ്ച പറ്റാതെ വളരെ കൃത്യമായിട്ട് എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇങ്ങനെ പ്രശ്നമുള്ള ആൾക്കാരൊന്നും ഇവിടെ ഇല്ല എന്നുള്ള പ്രഖ്യാപനമാണ് സത്യത്തിൽ ഈ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രഖ്യാപനം എന്നുള്ളത്. പക്ഷെ ഈ പ്രഖ്യാപനം വരുന്ന സാഹചര്യത്തിൽ തന്നെ കേരളത്തിലെ ഉത്തരവാദിത്തമുള്ള നിരവധി മാധ്യമ സ്ഥാപനങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വീട് ആവശ്യമുള്ള, ഭക്ഷണം ആവശ്യമുള്ള, ആരോഗ്യ പരിപാലനം ആവശ്യമുള്ള, വരുമാനം ആവശ്യമുള്ള നിരവധി കുടുംബങ്ങളെ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഇന്നലെയും ഇന്നും മിനിഞ്ഞാന്നും ഒക്കെയായിട്ട് ഫീച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ പറയുന്നത് എല്ലാം അങ്ങ് കർണാടകത്തിന്റെ ബോർഡറിൽ കിടക്കുന്ന സ്ഥലമോ തമിഴ്നാടിന്റെ ഏതെങ്കിലും ഒരു ബോർഡറിലേക്ക് കിടക്കുന്ന സ്ഥലമോ ഒന്നുമല്ല. കോഴിക്കോട് ജില്ലയിലുള്ള സ്ഥലങ്ങളുണ്ട്. നമുക്ക് ഏറ്റവും കൃത്യമായിട്ട് ഇത് പറയുന്ന സമയത്ത് അറിയാവുന്ന അട്ടപ്പാടി, അഗളി തുടങ്ങിയ സ്ഥലങ്ങളുണ്ട്. എന്തോ കൊല്ലം നഗരത്തിലെ ദൃശ്യങ്ങളാണ് ഞങ്ങൾ കാണിച്ചത്. കൊല്ലത്തുണ്ട്. അതെ. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ ഈ 14 ജില്ലകളിലും കേരളത്തിന്റെ വളരെ ഉള്ളിൽ ഇങ്ങനെ അതിർത്തിയിലേക്കൊന്നും പോകേണ്ടതില്ലാതെ വളരെ കൃത്യമായിട്ട് അതിദാരിദ്ര്യത്തിൽ നിൽക്കുന്ന നിരവധി ആൾക്കാരുണ്ട്. ഒരാൾക്ക് വീടുണ്ടാവുക എന്ന് പറയുമ്പോൾ ഞാനിപ്പോ സർക്കാരിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, എല്ലാവർക്കും വീട് ലഭിച്ചു കഴിഞ്ഞുവെങ്കിൽ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന് പറയുമ്പോൾ വീട് ലഭ്യമാക്കുക എന്നുള്ളതാണ് എങ്കിൽ ഇനിയപ്പോൾ ലൈഫ് പദ്ധതി പ്രകാരം ആർക്കും വീട് കൊടുക്കേണ്ടെന്ന് ആവശ്യമുണ്ടാവില്ല. അങ്ങനെയല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അതേപോലെ തന്നെ ആൾക്കാർക്ക് ഇപ്പൊ ഇതിന്റെ പേരിൽ ഇങ്ങനെയുള്ള ഒരു ടോൾ ക്ലെയിം നടത്തുന്നതിന്റെ പേരിൽ ഇപ്പൊ കേന്ദ്ര സർക്കാർ ഇങ്ങനെ കൊടുക്കുന്നുണ്ടല്ലോ, നമുക്കറിയാം അന്ത്യോദയ പദ്ധതി പോലെ ഏറ്റവും ചുരുങ്ങിയ നിരക്കിൽ ആൾക്കാർക്ക് കൊടുക്കുക, സൗജന്യമായിട്ട് കൊടുക്കുക തുടങ്ങിയ നിരവധി പദ്ധതികളുണ്ട്. അപ്പൊ അതിന്റെ ബെനിഫിഷ്യറീസ് ആകേണ്ടത് ആൾക്കാർ കേരളത്തിലില്ല. കാരണം കേരളത്തിൽ അതിദാരിദ്ര്യമില്ല. അതുകൊണ്ട് തന്നെ കേരളത്തിന് ഇനി അരി കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി മെച്ചപ്പെട്ട റേറ്റിൽ കൊടുക്കാനായിട്ട് സാധിക്കും. ഇനി പാവപ്പെട്ട ആൾക്കാരുള്ള മറ്റ് സംസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് ഇവരൊക്കെ ആക്ഷേപിക്കുന്ന പോലെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പട്ടിണി കിടക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അപ്പൊ അവർക്ക് കൂടുതലായിട്ട് സഹായം ലഭ്യമാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലേക്കുള്ള അവരെ കയ്യിൽ കിട്ടുന്നില്ല, അഴിമതിയായിട്ട് ഒഴുകിപ്പോവുകയാണ്. അതാണ് പ്രശ്നം. അല്ല, ഇത് അഴിമതി എന്ന് കേരളത്തിലെ പൈസ കൃത്യം അല്ല, ഞാൻ പഠിക്കണേ, കേരളത്തിലെ പണം കൃത്യമായിട്ട് അത് ഉപയോഗിക്കുന്ന ആൾക്ക് കിട്ടുന്നു. അതുകൊണ്ട് ഡെവലപ്മെന്റ് ഉത്തരേന്ത്യയിൽ അവരെ കയ്യിൽ എത്തുന്നില്ല. അതുകൊണ്ട് അധോഗതി എന്താ പറയാ. അല്ല, ഇതാണ് പ്രശ്നം. അല്ല, ഇത് തന്നെയാണ് പ്രശ്നം. അതായത് നമ്മൾ പറയുന്നത് കേരളത്തിൽ എന്തോ ഒരു പ്രത്യേക മാനസിക നിലയുള്ള ആൾക്കാരും
ഉത്തരേന്ത്യയിലുള്ളത് എന്തോ പ്രത്യേക മാനസിക നിലയുള്ള ആൾക്കാരുമാണ്. പക്ഷെ എപ്പോഴും എന്റെ സംശയം എന്താണെന്ന് വെച്ചാൽ അവർക്ക് അവരുടെ കയ്യിലേക്ക് ഇത് കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ ഈ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലുള്ള അതിദാരിദ്ര്യമുള്ള ആൾക്കാരെല്ലാം അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? ഈ റേഷൻ ബെനിഫിറ്റോ കാര്യങ്ങളോ അവർക്ക് കിട്ടുന്നില്ല എങ്കിൽ പട്ടിണി കിടന്നവർ മരിക്കേണ്ടി വരും. അങ്ങനെ മരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ട്, അവരെല്ലാവരും തന്നെ ഈ BJP സർക്കാരിനെ തന്നെ വീണ്ടും അധികാരത്തിൽ ഏറ്റുന്നുണ്ട്, അവർ വോട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനർത്ഥം എന്താ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കിട്ടേണ്ടത് കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ്. അതിദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്തോ ഇല്ലയോ, അങ്ങനെയുള്ള വാനിറ്റി ക്ലെയിംസ് ഒക്കെ അവർ നടത്തിയോ ഇല്ലയോ എന്നുള്ളത് സെക്കൻഡറി ആണ്. അപ്പൊ ഞാൻ പറയുന്നത് കേരളത്തിന് അനുവദനീയമായിട്ടുള്ള ഫണ്ടുകൾ, ആ ഫണ്ട് കേരളത്തിന് ഇതാ ഇത്രയും പ്രാപ്തിയുള്ള സംസ്ഥാനമായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി കൂടുതൽ ആവശ്യമുള്ള മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ഇത് ഡൈവേർട്ട് ചെയ്യണം എന്ന് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചാൽ എന്തായിരിക്കും ഈ സർക്കാരിന്റെ, CPMന്റെ, CPIയുടെ ഒക്കെ നിലപാട്? അപ്പൊ എന്ത് പറയും? ഇത് ഫെഡറൽ സംവിധാനത്തിനെ തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഗൂഢശ്രമമാണ്, ഞങ്ങൾക്ക് കിട്ടേണ്ടതിനെ മറ്റുള്ളിടത്തേക്ക് വഴിതിരിച്ചു വിടുകയാണ്, കേരളത്തിനെ ശ്വാസം മുട്ടിക്കുകയാണ്, വീർപ്പ് മുട്ടിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിറങ്ങും. ഞാൻ പറയുന്നത് വളരെ ലളിതമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ചില ചോദ്യങ്ങളാണ്. ആ ചോദ്യങ്ങൾ ചോദിക്കുന്നത് കൊണ്ട് നമ്മൾ സംസ്ഥാന ദ്രോഹിയാണ് എന്ന രീതിയിലേക്ക് ചിത്രീകരിക്കേണ്ടതില്ല. ഞാൻ ചോദിക്കുന്നത് എത്രയാണ് കേരളത്തിൽ ഓരോ ജില്ലകളിലും ജീവിത നിലവാരത്തിൽ വ്യത്യാസം ഉണ്ടാകും, കോസ്റ്റ് ഓഫ് ലിവിംഗ് വ്യത്യാസം ഉണ്ടാകും. ഇപ്പൊ തിരുവനന്തപുരത്തുള്ളതാവണമെന്നില്ല ഇടുക്കിയിലുള്ളത്. അപ്പൊ അതിന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇപ്പോ ഒരു ദിവസം കേരളത്തിൽ കഴിഞ്ഞുകൂടുന്നതിന് ഇപ്പൊ 4 അംഗങ്ങളുള്ള ഒരു കുടുംബത്തിന് എത്ര രൂപ വരുമാനം വേണം? ഈ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന്റെ ഭാഗമായിട്ട് ഈ 64,000 കുടുംബങ്ങളും നേരത്തെ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ഡാഷ്ബോർഡിലെ 1 മാറി 0 ആകുന്നു എന്ന് പറയുന്ന സമയത്ത് ഇത്രയും ആൾക്കാർക്ക് കണ്ടിന്യൂസ് ഇൻകം കിട്ടുന്നതിനുള്ള എന്ത് മാർഗമാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്? അത് സർക്കാർ പറയുന്ന ഡെയിലി ത്രഷോൾഡ് എത്രയാണ്? ആ ത്രഷോൾഡിന് മുകളിലേക്ക് അവർക്ക് കിട്ടുന്ന രീതിയിലത്തേക്ക് മാസ വരുമാനം അല്ലെങ്കിൽ വാർഷിക വരുമാനം കിട്ടുന്നതിനും അത് ഇനി ഇവർ ഈ പറയുന്ന എക്സ്ട്രീം പോവർട്ടിയിലേക്ക് പോകുന്നില്ല എന്ന് ഉറപ്പുവരുത്തുന്നതിനുമുള്ള കരുതൽ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് സർക്കാർ എന്താണ് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്? പിന്നെ വീടിന്റെ കാര്യം പറയുന്നു. ടാർപോളിൻ ഷീറ്റ് വലിച്ചു കെട്ടിയിട്ട് അതിന്റെ കൂടെ ഈ പരസ്യത്തിന്റെ ഫ്ലെക്സും മറ്റും കാര്യങ്ങളും ഒക്കെ കൊണ്ടുവന്ന് കഴിയുന്ന, അങ്ങനെ വെച്ച് കൂര നിർമ്മിച്ചിരിക്കുന്ന നിരവധി ആൾക്കാർ ഇപ്പോഴുമുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഈ ഭൂപടത്തിലേ ഇല്ലാത്ത മനുഷ്യർ എന്ന രീതിയിലാണോ നിങ്ങൾ കാണുന്നത്? അങ്ങനെയുള്ള മനുഷ്യരെ കേരളീയരായിട്ടോ മലയാളികളായിട്ടോ നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ? അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇനി അപ്പൊ ഭവന പദ്ധതികളില്ലേ? ഈ ചോദ്യങ്ങളൊക്കെ ഉണ്ട്. ഇന്ന് തന്നെ എനിക്ക് സത്യം പറഞ്ഞ കാണുമ്പോൾ കണ്ണ് നിറഞ്ഞു പോകുന്ന കാര്യങ്ങൾ, പെട്ടെന്ന് ആക്സസിബിൾ അല്ലാത്ത ചില സ്ഥലങ്ങളിൽ താമസിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർക്ക് പോലും വീട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ലൈഫ് മിഷനും മറ്റു പദ്ധതികളുടെയും ഭാഗമായിട്ട് തറ കെട്ടിക്കൊടുത്തിട്ടുണ്ട്. തറ കെട്ടിക്കൊടുത്തിട്ട് അതിലേക്ക് മുഴുവനും പുല്ല് വളർന്ന് കയറി പിന്നീട് അങ്ങോട്ട് കോൺട്രാക്ടർ തിരിഞ്ഞു നോക്കാത്ത സാഹചര്യങ്ങളുള്ള നിരവധി വീടുകൾ കേരളത്തിൽ ഇപ്പോഴും ഉണ്ട്. അപ്പൊ ഈ തറ കെട്ടിക്കൊടുത്തു എന്ന് പറഞ്ഞിട്ട് തറയുടെ പുറത്ത് ടാർപോളിൻ ഷീറ്റ് അടിച്ചിട്ട് നിങ്ങൾ 4 കമ്പിൽ അവിടെ കിടന്നോളൂ എന്നാണ് പറയുന്നത് എങ്കിൽ, അതാണ് സുരക്ഷിത ഭവനമെങ്കിൽ പിന്നൊന്നും പറയാനില്ല. ഞാൻ പറയുന്നത് ഈ തള്ള് ഇത്തിരി കുറയ്ക്കുക, എന്നിട്ട് ആൾക്കാരിലേക്ക് ഇറങ്ങി ചെല്ലുക. ഇന്ന് തന്നെ നടൻ ശ്രീ മമ്മൂട്ടി പറഞ്ഞില്ലേ, നിങ്ങൾ എന്ത് പേരിട്ട് വിളിച്ചു കഴിഞ്ഞാലും ദാരിദ്ര്യം കേരളത്തിൽ നിന്ന് മാറിയിട്ടില്ല. ദാരിദ്ര്യം ഇപ്പോഴും കേരളത്തിലുണ്ട്. അതിദാരിദ്ര്യം എന്ന് പറയുന്ന ഒരു പട്ടികയിലേക്ക് നിങ്ങൾ ചില ക്രൈറ്റീരിയ വെക്കുന്ന സമയത്ത് കൈരളി TVയുടെ ചെയർമാൻ സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിക്ക് അതിനെയൊന്നും അങ്ങനെ ഓപ്പണായിട്ട് ചലഞ്ച് ചെയ്യാനൊന്നും പറ്റില്ല. എങ്കിലും അദ്ദേഹത്തിന് സാധ്യമായ രീതിയിൽ ഈ പൊള്ളത്തരത്തിനെ തുറന്നു കാട്ടുന്നതിന് വേണ്ടി അദ്ദേഹം ആ ഒരു വാക്ക് പറഞ്ഞത് സർക്കാരിന്റെ മുഖത്തിനേറ്റ അടിയല്ലേ? ഒന്നാലോചിച്ചോ, കേരളത്തിൽ ഇപ്പോഴും ദാരിദ്ര്യം ബാക്കിയുണ്ട് എന്ന് വളരെ വ്യക്തമായിട്ട് പറയുമ്പോൾ ആ നിലയ്ക്കുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കണം എന്നുള്ളതാണ്. സിനിമ ഷൂട്ടിങ്ങിന്റെ ഭാഗമായിട്ടാണെങ്കിലും ഒക്കെ ഇവിടെയൊക്കെ യാത്ര ചെയ്യുകയും, നമ്മളിപ്പോ ഈ പറയുന്ന പോലെ അവരെല്ലാ സമയത്തും അങ്ങനെ കാരവനിൽ മാത്രം കഴിയുന്ന ആൾക്കാരല്ല. ഷൂട്ടിങ്ങിന്റെ ഭാഗമായിട്ട് വളരെ ഉള്ളിലേക്കുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുന്നതാണ്, ആൾക്കാരുടെ ജീവിതം പഠിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അവർക്ക് ഇവിടുത്തെ റിയാലിറ്റി ഒക്കെ അറിയാം. നമ്മൾ കണ്ടല്ലോ, മോഹൻലാലും കമൽഹാസനും ഒന്നും ഇവിടെ പങ്കെടുക്കാൻ പോലും വന്നിട്ടില്ല. അപ്പൊ അത് അവർക്ക് ഒരുപക്ഷെ തിരക്കുള്ള മറ്റ് ഷെഡ്യൂളുകൾ ഉള്ളത് കൊണ്ടായിരിക്കാം. അതല്ല എങ്കിൽ ഇത്തരത്തിലുള്ള ഒരു അഭിനയം ജീവിതത്തിൽ വേണ്ട എന്നവർ ചിന്തിച്ചിട്ടുണ്ടാകും. ക്യാമറയുടെ മുന്നിൽ മതി എന്നൊരു പക്ഷേ അവർ ചിന്തിച്ചിട്ടുണ്ടാകും. എന്തായാലും എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ പറയുന്ന മാനദണ്ഡം എന്താണ്? എത്ര രൂപ വരുമാനം? അത് ഉറപ്പാക്കാൻ എന്ത് ചെയ്യുന്നു? പ്രാഥമിക ആരോഗ്യ പരിപാലനം അവർക്ക് ലഭ്യമാക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നതിന് അട്ടപ്പാടി മാത്രം എടുത്തോളൂ, അഗളി മാത്രം എടുത്തോളൂ. അവിടത്തേക്ക് കൊടുത്തിരിക്കുന്ന സൗകര്യങ്ങൾ എന്താണ്? എന്തിന്റെ പേരിലാണ് ഈ ഡാഷ്ബോർഡിൽ നിന്ന് 1 മാറി 0 ആയത്? ഒറ്റ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ ആലങ്കാരികമായിട്ട് ഡാഷ്ബോർഡിലെ അവസാനത്തെ അതിദാരിദ്ര്യ കുടുംബവും മാറിയത് 1 മാറി 0 ആയി എന്ന് പറയുമ്പോൾ അവരുടെ ഈ ജീവിത നിലവാരം എന്തോ കണ്ടിട്ട് ഈ ക്യാമറ എന്തോ ഇത് ഒപ്പിയെടുത്തിട്ട് ഇത് ഇന്റേണലി ഒരു അൽഗോരിതം റൺ ചെയ്തിട്ട് ഇതിനെ 0 ആക്കിയെന്ന് തോന്നും. ഒന്നുമില്ല. എവിടെയോ ഇരിക്കുന്ന ഇതിന്റെ ഒരു സ്റ്റാഫ് ഉണ്ട്, അവനോട് പറയും ഡേ ഈ 1 മാറ്റി 0 ആക്ക് എന്ന് പറയുന്ന സമയത്ത് അവൻ അത് മാറ്റി 0 ആക്കി എൻ്റർ ചെയ്യും. അതിനെ ഇത്ര നാടകീയമായിട്ട് ഒന്നും അവതരിപ്പിക്കേണ്ടുന്ന കാര്യമില്ല. കേരളത്തിലെ യാഥാർത്ഥ്യം എന്താണ് എന്നും അമേരിക്ക എവിടെ കിടക്കുന്നു, കേരളം എവിടെ കിടക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യ ബോധമുള്ള കൂപമണ്ഡൂകങ്ങളല്ലാത്ത അന്തംഗമ്മികളല്ലാത്ത എല്ലാ മനുഷ്യർക്കും വളരെ കൃത്യമായിട്ട് അറിയാം
എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, നിയമസഭയെ വിളിച്ചു പറഞ്ഞാൽ മാത്രമല്ല, നിയമസഭയിലെ പ്രഖ്യാപനത്തിന് അപ്പുറത്ത് സെൻട്രൽ സ്റ്റേഡിയത്തിൽ 1.5 കോടി രൂപ ചെലവഴിച്ച് മറ്റൊരു പ്രഖ്യാപനം. ആ 1.5 കോടി രൂപ പോലും അനിൽ, ആ 1.5 കോടി രൂപ പോലും ഈ പാവപ്പെട്ട ആൾക്കാർക്ക് ഷെൽട്ടറിന് വേണ്ടിയിട്ട് അനുവദിക്കപ്പെട്ടിരിക്കുന്ന തുകയിൽ നിന്ന് വീണ്ടും ആ തുകയെ വക മാറ്റിയിട്ടാണ് ഈ സെലിബ്രേഷന് വേണ്ടിയിട്ട് 1.5 കോടി രൂപ എടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും പാവപ്പെട്ട ഷെൽട്ടർ കിട്ടിയത്. അതെ അതെ, യെസ്.